ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമലിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ആ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾ രണ്ടുപേരുമുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വരണമെന്ന് ആ ഒരു വ്യക്തി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ആരെങ്കിലും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി നല്ല രീതിയിൽ ബാക്ക് ടു നോർമലിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വരാനായിട്ട് ഇവർ മാനിഫെസ്റ്റേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമലിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, അങ്ങനെ നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പോകുന്ന കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി മാനിഫെസ്റ്റേഷനും കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ, ഇതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കാർഡ് നോക്കാം. ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടുന്നത് 2 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. പിന്നീട് നമുക്ക് വരുന്ന കാർഡ് 3 ഓഫ് കപ്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 4 ഓഫ് പെൻഡക്കിൾസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വാൻഡ്സ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ദ മൂൺ കാർഡാണ്, ദ മൂൺ കാർഡ്. നെക്സ്റ്റ് വരുന്നത് 9 ഓഫ് സോഡ്സിൻ്റെ ഒരു കാർഡ് വരുന്നുണ്ട്. 10 ഓഫ് കപ്സ്. ഓക്കെ, നമുക്ക് ഇഷ്ടമാതിരി കപ്സിൻ്റെ കാർഡുകൾ കിട്ടുന്നുണ്ട്. പിന്നീട് വരുന്നത് 8 ഓഫ് പെൻഡക്കിൾസ് ആണ്. ദെൻ 4 ഓഫ് സോഡ്സിൻ്റെ ഒരു കാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് കിട്ടുന്ന കാർഡ് ഏസ് ഓഫ് കപ്സ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്, ഏസ് ഓഫ് കപ്സ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് 6 ഓഫ് പെൻഡക്കിൾസ്, ദെൻ നൈറ്റ് ഓഫ് സോഡ്സ്. ലാസ്റ്റ് നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. മാസ്റ്റർ കാർഡ് 6 ഓഫ് സോഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു കാർഡുകളുടെ എനർജി നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ റിലേഷൻഷിപ്പ് വീണ്ടും നല്ല രീതിയിലേക്ക് വരണം എന്ന് നല്ല രീതിയിലുള്ള ഒരു ആഗ്രഹം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇപ്പോഴും ഈ ഒരു കണക്ഷൻ, നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ, അവരുടെ മനസ്സിൽ അതൊരു വിലപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കാണുന്നുണ്ടോ എന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് 2 ഓഫ് കപ്സ് ഉണ്ട്, പിന്നെ 3 ഓഫ് കപ്സ് ഉണ്ട്. അതുപോലെ നമ്മളിവിടെ നോക്കുമ്പോൾ ഏസ് ഓഫ് കപ്സ് ഉണ്ട്, 6 ഓഫ് കപ്സ് ഉണ്ട്. എല്ലാം കപ്സിന്റെ എനർജിയാണ്. ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ 2 ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്, 6 ഓഫ് കപ്സ്, ഈ 3 കപ്സിൻ്റെ ഇത് വളരെ ശക്തമായ കോമ്പിനേഷൻ. അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ട് പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല എന്ന് കാണിക്കുന്ന ഒരു എനർജി തന്നെയാണ്. അപ്പൊ 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ പഴയ ഓർമ്മകളും ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോൾ അവർ എത്രമാത്രം ഹാപ്പി ആയിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ അവരിപ്പോ ഒരു വിഷമത്തിലോ കാര്യങ്ങളോ ഒക്കെ ആയിരുന്ന സമയത്ത് നിങ്ങൾ അവർക്കൊരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബൊക്കെ അവർക്ക് കൊടുത്തിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ആ പഴയ നിങ്ങൾ രണ്ടുപേരും പഴയ ആ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നല്ല ഹാപ്പി ആയിരുന്ന സമയങ്ങളെല്ലാം ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി നോക്കുമ്പോഴത്തേക്കും അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സുകൾ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 2 ഓഫ് കപ്സിലേക്ക് വരുമ്പം ഒരു മ്യൂച്വൽ കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്, ആ ഒരു ബന്ധം, ആ ഒരു ബോണ്ട് വിട്ടുപോയിട്ടില്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആകാനുള്ള ചാൻസസ് ഒത്തിരി കൂടുതൽ കാണിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പം ഇവർ നിങ്ങളെ മറന്നു പോയിട്ടില്ല, പലപ്പോഴും ആ ഒരു പഴയ സന്തോഷ നിമിഷങ്ങൾ ഓർത്തെടുക്കുന്ന എനർജീസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരുമിച്ച് കേട്ടിരുന്ന ഒരു പാട്ട് അവർ തനിയായിരിക്കുമ്പോൾ കേൾക്കുക, അപ്പോൾ പെട്ടെന്ന് നിങ്ങളെ ഓർക്കും. അല്ലെങ്കിൽ ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു സിനിമ, അതൊക്കെ കാണുന്ന സമയത്ത് ഒരു മെസ്സേജ് പാറ്റേൺ ഒക്കെ കാണുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ഓർക്കുക. അങ്ങനെ അപ്പം ഇത് അവരിപ്പോഴും ഒരു പാസ്റ്റ് കണക്ഷൻസ്, ആ ഒരു നിങ്ങളുമായിട്ടുള്ള കണക്ഷനെ ഇമോഷണലി വളരെയധികം വിലമതിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പം അതൊരു ചാപ്റ്റർ ആയിരുന്നു, അത് കഴിഞ്ഞു എന്നുള്ള ഒരു എനർജി അല്ല, പകരം ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു എനർജീസ് ആണ് നമുക്ക് കൂടുതലും ഇതിൽ കാണാനായിട്ട് പറ്റുന്നത്.
അപ്പോൾ രാത്രിയിൽ അവർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണമോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം അവർ ചാറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയും അതിനെ കുറച്ച് സമയത്തിന് ശേഷം ആ മെസ്സേജ് ടൈപ്പ് ചെയ്യും, പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയും. ഇങ്ങനെയൊക്കെയുള്ള എനർജീസ് കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിൽ അവരിപ്പോൾ എന്നെക്കുറിച്ച് എന്തൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു. അതിങ്ങനെ ആവർത്തിച്ച് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന എനർജീസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഫീലിങ്സ് ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഈ ഒരു സൈലന്റ് ആയിട്ട് അവർക്ക് കുറച്ച് ഒരു സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്നത് അവർക്ക് കുറച്ച് പേടി, ഡൗട്ട്സ്, അതുപോലെ ഒരു അൺസർട്ടനിറ്റി, ഇതൊക്കെ കാരണം അവർ ആക്ഷൻ എടുക്കാനായിട്ട് കുറച്ച് വൈകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ അവർ സ്വന്തം ഫീലിങ്സുകൾ മറച്ചു പിടിക്കുന്നു എന്നുള്ളതാണ്. റിജക്ഷനെ ഒത്തിരി പേടിക്കുന്നുണ്ട് അവർ. ഇനി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ റിജക്ട് ചെയ്ത് വിടുമോ എന്ന് അവർ പേടിക്കുന്നുണ്ട്. അപ്പം ഏത് റെസ്പോൺസ് ആണോ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുക എന്നുള്ള ആ ഒരു കൃത്യതയില്ലായ്മ അവർക്കുണ്ട്. അതാണ് അവരെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കി നിർത്തുന്നത്. ഇനി അവർക്ക് നിങ്ങളിലേക്ക് വന്ന് കുറച്ചൊരു സ്നേഹത്തോടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കൺട്രോൾ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാതിരിക്കാനായിട്ട് അവരുടെ ഫീലിങ്സുകളും കാര്യങ്ങളൊക്കെ സപ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കൺട്രോൾ നഷ്ടപ്പെട്ട് അവർ ഓടി നിങ്ങളിലേക്ക് വരുമോ എന്ന് അവർ പേടിക്കുന്നുണ്ട്. ഇവിടെ 4 ഓഫ് പെന്റിക്കിൾസ് പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരിക്കലും തനിയെ വിടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അങ്ങനെ അടച്ച് ഇങ്ങനെ നിങ്ങളെ ഞെക്കി പിടിച്ച് സ്നേഹിക്കുന്ന ആ ഒരു രീതിയിൽ സ്നേഹിക്കാനായിട്ടും അവർ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സുകൾ, ആ ഒരു സ്നേഹവും ഒക്കെ ഇത്രയും ഉണ്ട് എന്ന് കാണിക്കുമ്പോൾ അങ്ങനെ കാണിക്കാനായിട്ട് അവർ പേടിക്കുന്ന ഒരു മനോഭാവമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് വീണ്ടും നോർമൽ ആകണമെന്നുള്ള ആഗ്രഹമുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ 10 ഓഫ് കപ്സ് ഉണ്ട്, അതുപോലെ 3 ഓഫ് കപ്സ്. ഈ 2 കാർഡുകളാണ് അതിന് ആൻസർ ആയിട്ട് കിട്ടുന്നത്. വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാർഡുകളാണ്. കാരണം നമുക്കറിയാം 2 ഓഫ് കപ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു സെലിബ്രേഷൻ ഒക്കെയാണ്. ഹാർമണി, ഹാപ്പിനെസ്, ഒരു റീകൺസിലേഷൻ, ഇമോഷണൽ ഫുൾഫിൽമെന്റ്, ഇതൊക്കെയാണ് 2 ഓഫ് കപ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവർ റിലേഷൻഷിപ്പ് സന്തോഷകരമായി മാറുന്നത് എങ്ങനെ മനസ്സിൽ കാണുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ട് വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് വരുന്നതും നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിച്ച് വളരെ ഹാപ്പി ആയിട്ട് പല സ്ഥലങ്ങളിൽ പോവുകയും എടുക്കുകയും പറക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഇവർ മനസ്സിൽ കാണുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങളുമായി വീണ്ടും സംസാരിക്കുന്നതോ ആ പഴയതുപോലെ ചിരിക്കുന്നതോ ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതോ ഒരു ഇമാജിനേഷനിൽ ഇവർ കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ഇവിടെ ആക്ഷന്റെ എനർജി എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കാണാൻ പറ്റും. കാരണം നൈറ്റ് ഓഫ് വാൻസ്, നൈറ്റ് ഓഫ് സോർഡ്സ്, 8 ഓഫ് പെന്റിക്കിൾസ്, ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് കോമ്പിനേഷൻ ആണ്. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസയറിനെയാണ് നൈറ്റ് ഓഫ് വാൻസ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നൈറ്റ് ഓഫ് സോർഡ്സ് വരുമ്പോഴത്തേക്കും ഇവിടെ കമ്മ്യൂണിക്കേഷൻ അർജാണ്. ഇപ്പൊ തന്നെ നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്ന രീതിയിൽ അത്രയധികം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി കാണുന്നുണ്ട്. 8 ഓഫ് പെന്റിക്കിൾസിലേക്ക് വരുമ്പോഴത്തേക്കും എഫേർട്ട് ഇടണം എന്നുള്ള ഒരു മനസ്സ് ഉള്ള ഒരു വ്യക്തിയാണ് കാണുന്നത്. അതായത് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം ഈ റിലേഷൻഷിപ്പിൽ എന്ന് ആലോചിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി. അപ്പം ഇവർക്ക് ചില സമയങ്ങളിൽ ഉടനെ നിങ്ങളെ കോൺടാക്ട് ചെയ്യണം. അത് തന്നെയാണ് നമ്മൾ ആദ്യം പറയുന്നത്. മെസ്സേജ് ടൈപ്പ് ചെയ്യും, അതിനുശേഷം മെസ്സേജ് അയക്കണമെന്ന് ആലോചിക്കും, അതിനുശേഷം ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യും, പിന്നെ അവരത് ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം നിങ്ങൾ അതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നത്, ആ ഒരു റെസ്പോണ്ട് കുറച്ച് വൾഗറായ രീതിയിലോ അല്ലെങ്കിൽ മോശമായ രീതിയിലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്കത് വേദന ഉണ്ടാക്കുന്ന അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അവര് അതിനെ പേടിച്ചിട്ടാണ് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതെന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ചിലപ്പോൾ നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞു പോയൊരു വ്യക്തി ആകാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മിസ്റ്റേക്കുകൾ ഉണ്ട്, കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു പോയ വ്യക്തിക്ക് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? കാരണം ഒന്നും പറഞ്ഞില്ലെങ്കിലും എന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയ ആളാണല്ലോ, പിന്നെ ഇപ്പൊ എന്തിനാണ് വന്നിരിക്കുന്നത് എന്നെങ്കിലും നിങ്ങൾ ചോദിക്കാതിരിക്കില്ല എന്നവർക്കറിയാം. അത് ഫേസ് ചെയ്യാനായിട്ട് അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവർക്ക് ചില സമയങ്ങളിൽ ഉടനെ കോണ്ടാക്ട് ചെയ്യണം എന്നൊരു തോന്നൽ വരാം, പിന്നെ വീണ്ടും ഒരു ഡൗട്ട് കാരണം പിന്നോട്ടേക്ക് മാറും. അപ്പൊ എന്നാൽ കാർഡുകൾ പറയുന്നത് എനർജി ഇവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നില്ല, മനസ്സിലെ മൂവ്മെന്റ്സുകൾ ഉണ്ട്, ആക്ഷൻസ് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. പിന്നീട് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ ഒരു ഇൻഡിഫറന്റ് ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർ വേറെ രീതിയിലാണ്. അവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് ഒക്കെ നോക്കുന്നുണ്ട്, നിങ്ങളുടെ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പഴയ ഫോട്ടോസ് മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്യാതെ അവരിങ്ങനെ സൂക്ഷിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇത് അവർക്ക് വിട്ട് കളയാനായിട്ട് പറ്റാത്ത ഒരു എനർജിയാണ് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സുകൾ എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ഫീലിങ്സുകൾ തുറന്നു കാണിക്കാനും അവർക്ക് പറ്റുന്നില്ല. ഈ ഒരു കണക്ഷൻ ഒരിക്കലും അവരെ പൂർണ്ണമായിട്ടും അവരിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്.
അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്റ്റിലായിട്ട് ഒത്തിരി മാസങ്ങളായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സെപ്പറേഷനിലായിട്ട് ഒത്തിരി മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ ആയിട്ടുണ്ടെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾക്കൊരു ഹായ് അല്ലെങ്കിൽ ഹൗ ആർ യു എന്നൊക്കെയുള്ള രീതിയിൽ നമുക്കൊന്ന് സംസാരിച്ചാലോ എന്നൊക്കെ ഒരു മെസ്സേജ് ഒക്കെ വരാനായിട്ടുള്ള വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വന്നിട്ടുണ്ടാകും, ചിലർക്ക് ഈ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇവിടെ നൈറ്റ്സ് വന്നിട്ടുണ്ട്. നമുക്ക് നൈറ്റ്സ് ഓഫ് വാൻസ് ആൻഡ് നൈറ്റ് ഓഫ് സോൾസ്, 2 നൈറ്റ്സുകളാണ് വന്നിട്ടുള്ളത്. ഇതൊരു സഡൻ മൂവ്മെന്റ്സിനെയാണ് കാണിക്കുന്ന കാർഡുകളാണ്. അപ്പൊ അവർക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു അർജ് വരും എന്നുള്ളതാണ്. പക്ഷെ കൺസിസ്റ്റൻസി വേറൊരു കാര്യം തന്നെയാണ്. നൈറ്റ്സ് സാധാരണ മൂവ്മെന്റ്സിനെ കാണിക്കും, പ്ലാനിങ്ങുകളല്ല കാണിക്കുന്നത്. അപ്പം അവര് മനസ്സിൽ പലപ്പോഴും ചിന്തിച്ചേക്കാം, നമ്മളിപ്പം മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ ഇതൊരു റിലേഷൻഷിപ്പ് ഒരുപക്ഷെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിരുന്നേനെ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും ഒരു ക്ലോസ് ആയിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു, ആ ഒരു റിലാക്സേഷൻ, ആ ഒരു പൂർണ്ണത എനിക്ക് കിട്ടിയേനെ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരവസ്ഥ അതൊക്കെ ഒന്ന് മാറി കിട്ടിയേനെ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബന്ധം ഹെൽത്തിയായി വർക്ക് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. 10 ഓഫ് കപ്സ് റിലേഷൻഷിപ്പിന്റെ ഒരു ഹയസ്റ്റ് ഇമോഷണൽ ഔട്ട്കമ്മുകളിൽ ഒന്നാണ്. അതിനാൽ തന്നെ അവർ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി മാത്രം ഓർക്കുന്നില്ല, നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഒരു നെഗറ്റീവായ ഒരു കാര്യങ്ങളും അവർ ഓർക്കുന്നില്ല. നല്ല ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ മാത്രമാണ് അവർ എപ്പോഴും കാണുന്നത്. അതുപോലെ തന്നെ ഇനി മുന്നോട്ടേക്കാണെങ്കിലും പുതിയ പുതിയ സാധ്യതകൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിന്റെ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ ഈ ഒരു കാർഡുകളെല്ലാം തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുകയും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കാർഡുകളാണ്. പിന്നെ നമുക്ക് ഫസ്റ്റത്തേക്ക് 6 ഓഫ് കപ്സ് ഒക്കെ നോക്കുമ്പോൾ ഈ വ്യക്തി ഇപ്പോഴും ആ പാസ്റ്റിലെ റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഒരു നല്ല നല്ല സമയങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്നു. ആ ബന്ധം വീണ്ടും നല്ലതാകണം, നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നു. ഫീലിങ്സ് ഇപ്പോഴും നിങ്ങളോടുണ്ട്. പക്ഷെ കുറച്ച് ഭയവും ഒരു കൺഫ്യൂഷനൊക്കെ കാരണം മുന്നോട്ട് വരാനായിട്ട് പേടിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ വരുന്നത്. അതാണ് നമുക്ക് ദ മൂൺ കാർഡ്. അവർ മടിക്കുന്നു, എന്നിരുന്നാലും ഉള്ളിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. നൈറ്റ്സ്, 2 വാൻസ് നൈറ്റ്സ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് വാൻസ്, നൈറ്റ് ഓഫ് സോൾസ്. അതിനാൽ തന്നെ ഈ റീഡിങ്ങിന്റെ ഏറ്റവും പ്രധാന സന്ദേശം എന്ന് പറയുന്നത് അവർക്ക് റിലേഷൻഷിപ്പ് നോർമൽ ആകണം എന്നൊരു ആഗ്രഹം കാണുന്നുണ്ട്. എന്നാൽ ഇപ്പൊ അവരുടെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറഞ്ഞാൽ ഫീലിങ്സുകൾ അവർക്കില്ല എന്നുള്ളതല്ല, അവർക്ക് കുറച്ചൊരു പേടിയും അൺസർട്ടനിറ്റിയും ഉണ്ട്. ഇതാണ് അവരെ ഈ റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും കൊണ്ടുവരാതെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനോടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് യൂണിവേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് യൂണിവേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ എന്താണ് നമുക്ക് നോക്കാം, ഗൈഡൻസ് എന്താണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് 9 ഓഫ് സോർട്സിന്റെ ഒരു കാർഡ് ഉണ്ട്. ഈ ഒരു 9 ഓഫ് സോർട്സ് പോലുള്ള ഒരു ആൻസൈറ്റി എനർജി നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും അവർ എപ്പോൾ വരും എങ്ങനെ വരും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ അവരെ ചേസ് ചെയ്തുകൊണ്ട് അവരെ ഇപ്പോൾ ഫോൺ വിളിക്കുന്നില്ല, അല്ലെ കോണ്ടാക്ട് ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ, ഓവർ തിങ്കിങ്ങുകൾ ഉണ്ടായി. അവരിനി എപ്പോൾ വരും, ഇനി ഒരിക്കലെങ്കിലും അവരെ കാണാൻ പറ്റുമോ, അവരുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വരാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ എപ്പോഴും ഉണ്ടെങ്കിൽ അതിൽ കുടുങ്ങി കിടക്കാതിരിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സെക്കൻഡ് ആയിട്ട് വരുന്നത് ആ ഒരു സ്പേസിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അവർക്ക് കുറച്ച് സമയം വേണം, അല്ലെങ്കിൽ അവിടെ ഒരു സ്പേസ് നിങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ഒരു സ്പേസിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യാതിരിക്കുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവരെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. ഒരാൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കാനായിട്ട് ചിലപ്പോൾ കുറച്ച് സമയം ആവശ്യമാണ്. ആ ഒരു സമയം അവരെടുക്കട്ടെ, എന്നിട്ട് അവർക്കൊരു ക്ലാരിറ്റി കിട്ടി ഇനി നിങ്ങളെ വേണം, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ തിരികെ വരട്ടെ എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. പിന്നെ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ ഓർത്തെടുക്കുക എന്നുള്ളതാണ്. അതായത് 2 ഓഫ് കപ്സ് ഒരു മ്യൂച്വൽ കണക്ഷൻ കാർഡാണ്. അപ്പൊ റിലേഷൻഷിപ്പ് വർക്ക് ആണെങ്കിൽ 2 പേരുടെ എഫേർട്ട് വേണം. അല്ലാതെ ഒരാൾ മാത്രം ഞാനിപ്പോ എത്ര കണ്ട് ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു തരിയെങ്കിലും ഒരു സ്നേഹം ഇങ്ങോട്ടേക്ക് തിരിച്ചുണ്ട് എങ്കിൽ മാത്രമാണ് ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകും. അപ്പൊ റിലേഷൻഷിപ്പ് വർക്ക് ആണെങ്കിൽ 2 പേരുടെയും എഫേർട്ട് അവിടെ വേണം. അപ്പൊ എല്ലാം നിങ്ങൾ മാത്രം ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് കുറച്ചെങ്കിലും ഒക്കെ എഫേർട്ടുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ അവിടെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ സംഭവിക്കുക. അപ്പം പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഔട്ട്കമ്മിനേക്കാൾ നിങ്ങൾ ആ റിയാലിറ്റിയാണ് നോക്കേണ്ടത്. അവർ തിരികെ വരുമോ എന്നതിലുപരി ഇപ്പോൾ അവർ യഥാർത്ഥത്തിൽ എന്ത് ആക്ഷൻസ് എടുക്കുന്നു എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വേർഡ്സിനേക്കാൾ നിങ്ങൾ ആക്ഷനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ ഗൈഡൻസ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ ഓവറോൾ ഗൈഡൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു ഫസ്റ്റ് പറഞ്ഞ സിറ്റുവേഷനിലൂടെയൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഹൃദയം ഈ ഒരു തുറന്ന് ഇങ്ങനെ സ്നേഹത്തോടെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒരു
തുറന്ന ഹൃദയവുമായി നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പക്ഷെ നിങ്ങളുടെ ജീവിതം അവിടെ നിർത്തി വെച്ചിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. കണക്ഷനെ വിശ്വസിക്കാം, എന്നാൽ നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ ഒരു തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കരുത് ഒരിക്കലും നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. അവരെ മുന്നോട്ട് വന്നാൽ ആ സമയത്ത് റിലേഷൻഷിപ്പിനെ കുറിച്ച് തുറന്ന് സംസാരിക്കാം. എന്നാൽ ഇപ്പോൾ കാർഡ്സ് നിങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ, നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാനാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളുടെ സ്വന്തം സമാധാനത്തിലും വളർച്ചയിലും നിങ്ങൾ ഫോക്കസ് ചെയ്യാനാണ് കാർഡ്സ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അവരും നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുമായിട്ട് ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒത്തിരിയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. കുറച്ച് ക്ലൂസും കൂടെ എടുത്തു നോക്കാം. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 1986 എന്ന് പറയുന്നൊരു വർഷമാണ്. അതുപോലെ നെയിൽ പോളിഷ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫോട്ടോഗ്രാഫി കിട്ടുന്നുണ്ട്. ഫോളോ ന്യൂ ട്രെൻഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. സെൽഫ് എംപ്ലോയ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 12, അതുപോലെ തന്നെ നമ്പർ 29, ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. 2003 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. എക്സ്പെക്ട് മിറാക്കിൾസ്, നിങ്ങൾക്കൊരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ഒക്ടോബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 9 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1989 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ സി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോഷ്യൽ വർക്കർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്പർ 3 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 45 കിട്ടുന്നുണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 6 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. എബ്രോഡുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 48 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 39 കിട്ടുന്നുണ്ട്. 48 hours എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 42 എന്ന് പറയുന്നൊരു നമ്പർ കിട്ടുന്നുണ്ട്. അക്കൗണ്ടന്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. എൻകറേജസ് യു, നിങ്ങളെ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. സെക്കൻഡ് സ്റ്റഡി ഇട്ടിട്ടുള്ള വ്യക്തിയായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സെക്കൻഡ് സ്റ്റഡി ഇട്ടിട്ടുള്ള ആളായിരിക്കാം. 1984 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഫ്ലവേഴ്സ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.